ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. മഹാവിഷ്ണുവിൻ്റെ 9ാമത് അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ ജന്മദിനത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷ പൂജകളും ഒപ്പം ചടങ്ങുകളുമൊക്കെ നടക്കുകയാണ്. രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂരിലും കോഴിക്കോടുമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് അമ്പലപ്പുഴയിലേക്കാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുധീഷ് ഗോപാലാണ് നമുക്കിപ്പം ചേരുന്നത്. സുധീഷ്, എങ്ങനെയാണ് ഈ അഷ്ടമി രോഹിണി ദിവസത്തിൽ അവിടുത്തെ ഒരു തിരക്ക്? രാഹി, ഇവിടെ പുലർച്ചെ മുതൽ തന്നെ വിശേഷാൽ പൂജകളും മറ്റ് ആഘോഷ പരിപാടികളും എല്ലാം തന്നെ ആരംഭിച്ചു. അതിൻ്റെതായ വലിയ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതും. നമുക്കറിയാം, പഞ്ചമഹാക്ഷേത്രങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അത്തരം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി നാളിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ശ്രീബലി എഴുന്നള്ളത്ത് ആനപ്പുറത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചവാദ്യവും ചെണ്ടമേളവും ഒക്കെ നടന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഉച്ചപൂജ, അത് തിരുവാഭരണമെല്ലാം ചാർത്തിയുള്ള ഉച്ചപൂജയാണ്. അതോടൊപ്പം തന്നെയാണ് രാവിലെ 9 മണിയോടെ ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് ഉറിയടി ഘോഷയാത്ര നടക്കും. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ രാവിലത്തെ ഉറിയടിയിൽ 13 ഉറികളാണുള്ളത്. അത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള ആൽച്ചുവട്ടിലെ ഉറി 13ാമത്തെ ഉറി അടിക്കുന്നതോടെയാണ് രാവിലത്തെ ഉറിയടി ഘോഷയാത്ര പൂർത്തിയാകുന്നത്. അതിനുശേഷം ഉച്ചപൂജ നടക്കുക. ഇന്ന് അഷ്ടപതി അടക്കമുള്ള വിവിധ ക്ഷേത്ര കലാരൂപങ്ങൾ, നങ്ങിയാർകൂത്ത് അടക്കമുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് ഗരുഡവാഹന എഴുന്നള്ളത്ത്, അതും ഉത്സവ സമയങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള പ്രധാന വിശേഷ ദിവസങ്ങളിലും മാത്രം നടക്കുന്ന ചടങ്ങാണ്. അങ്ങനെ നിരവധി വിശേഷാൽ പൂജകളും മറ്റ് ആഘോഷ പരിപാടികളും എല്ലാം ഇന്ന് ഇവിടെ നടക്കുകയാണ്. രാവിലെ മുതൽ പുലർച്ചെ 3 മണിയോടെയാണ് ക്ഷേത്രം നട തുറക്കുന്നത്. അതിനുശേഷം ഓരോരോ പൂജ, ക്ഷീരധാര അടക്കമുള്ള പന്തീരടി പൂജ അടക്കമുള്ള വിശേഷാൽ പൂജകളുണ്ട്. ഇനിയും 9 മണിയോടെയാണ് ഉറിയടി ആരംഭിക്കുക. അതിനുശേഷം ഈ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഇന്ന് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ വിതരണം. ഇന്നത്തേതിൽ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ ഇല്ലെങ്കിൽ അതിലും പ്രാധാന്യത്തോടെയാണ് ഇന്നത്തെ ഉണ്ണിയപ്പ നിവേദ്യം ഇവിടുത്തെ കണക്കാക്കുന്നത്. 10,000കണക്കിന് ഉണ്ണിയപ്പമാണ് കണ്ണന് നേദിക്കുന്നത്. അതിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പൊടി പോലും കണ്ണന് നേദിച്ച ശേഷമാവും വിതരണം ചെയ്യുക എന്നതാണ് ഒരു പ്രാധാന്യം. ആ രീതിയിൽ വലിയ പ്രാധാന്യങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ കണ്ണനെ കണ്ടു തൊഴുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായി നിൽക്കുന്നവരുടെ ക്യൂവും നമുക്ക് കാണാം. ആ രീതിയിൽ തന്നെ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ഉറിയടി കഴിയുന്ന ഒരു സമയത്തോടു കൂടി ഈ തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കും. അതിനുശേഷം വൈകിട്ടത്തെ ഉറിയടി ഘോഷയാത്രയും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഗോപികമാരും കണ്ണന്മാരും എല്ലാം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആ ഒരു ആഘോഷത്തോടെ എത്തി ആ ഒരു രീതിയിലാണ് മഹാശോഭായാത്ര അമ്പലപ്പുഴ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം നടക്കുന്ന ഉറിയടി വലിയ ജനത്തിരക്ക്, ഭക്തജനത്തിരക്ക് തന്നെയായിരിക്കും കാണാൻ കഴിയുന്നതും. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് നിൽക്കുന്നവരുടെ ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോട് തന്നെ ചോദിക്കുക, ചേട്ടാ, ഇത് സാധാരണഗതി വരുന്നതാണ്, അത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടുള്ളൊരു ദർശനം? തിരക്കുണ്ട് എപ്പോഴും. ശ്രീകൃഷ്ണ ജയന്തി കാരണം ഇത്രയും തിരക്ക് വന്നു. അമ്പലപ്പുഴ തന്നെയാണോ? അമ്പലപ്പുഴ തന്നെ. ഇങ്ങനെ ഏട്ടാ സാധാരണ എല്ലാ ദിവസവും വരുന്നത്? ചേട്ടന് സ്ഥിരം വരുന്നതാണ്? ഇല്ല, വർഷത്തിൽ 2-3 പ്രാവശ്യം വന്നു. അത് തന്നെയാണ് ഈ വർഷത്തിൽ 1-2 ദിവസങ്ങൾ, അത് ശ്രീകൃഷ്ണൻ്റെ വിശേഷ ദിവസങ്ങളിൽ വരുന്നവരുണ്ട്, അല്ലാതെ നിത്യ സന്ദർശകരായിട്ടുള്ളവരുണ്ട്. ആ രീതിയിലെത്തുന്ന ഭക്തരാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഭക്തരുടെ ആ കണ്ണനെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്ക് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതും. രാഹി, ശരി സുധീഷ്, ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കുന്നുണ്ട്. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, അവിടെ നിരവധി മലയാളികൾ എത്തുന്ന ക്ഷേത്രമാണ്. ഇന്ന് അവിടെ എങ്ങനെയാണ്? വലിയ ഭക്തജന തിരക്കുണ്ടോ? പ്രത്യേക പൂജകളുണ്ടോ? എങ്ങനെയാണ് വിശദാംശങ്ങൾ?
രാഖി നമസ്തേ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃകയിൽ ഡൽഹിയിലുള്ള മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോഴുള്ളത്. നേരത്തെ തന്നെ ജന്മാഷ്ടമി ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിലെല്ലാം തന്നെ വിപുലമായി ആഘോഷിച്ചിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി മലയാള മാസത്തിൽ ചിങ്ങത്തിലെ അഷ്ടമി രോഹിണിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ജന്മാഷ്ടമി ആയി നേരത്തെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ ആഘോഷ പരിപാടികൾ നടന്നിരുന്നു. ഇന്ന് ഇവിടെ മയൂർ വിഹാർ ക്ഷേത്രത്തിൽ സൺഡേ കൂടി ആയതുകൊണ്ട് ധാരാളം ഭക്തർ തുടങ്ങുന്നുണ്ട്. 9 മണിയോടുകൂടിയും ഭജനയുണ്ട്. കൂടാതെ വൈകിട്ട് 6 മണിക്ക് ശേഷം വിവിധ സാംസ്കാരിക കലാപരിപാടികൾ, ഒപ്പം ശ്രീകൃഷ്ണ ലീല, ഉറിയടി, തിരുവാതിരക്കളി തുടങ്ങി വിവിധ പരിപാടികളുണ്ട്. പ്രത്യേക പൂജകളുമുണ്ട്. ഇന്ന് രാത്രിയും 12 മണിവരെ ഇവിടെ ക്ഷേത്രത്തിൽ നട തുറന്നിരിക്കും. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ഈ ലോകത്തോട് തന്നെ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള എപ്പോഴെല്ലാം അധർമ്മം ഉണ്ടാകുന്നു, അധർമ്മം വിജയിക്കുന്നു, അപ്പോഴെല്ലാം അവതാരങ്ങൾ ഉണ്ടാകും എന്ന് ഗീതോപദേശം നൽകിയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ഇന്ന് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളുണ്ട്. ചേട്ടാ, എന്തൊക്കെയാണ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള പരിപാടികളുമുള്ളത്? എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണിയുടെ ആശംസകൾ. നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്ന് ഭഗവാന്റെ ഇത് പിറന്നാൾ സദ്യ തന്നെ ഒരുക്കിയിട്ട് ഭഗവാനെ നേദിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജ. കാരണം വിഭവസമൃദ്ധ പിറന്നാൾ സദ്യ ഒരുക്കി ഭഗവാനും ഉപദേവതകൾക്കും നിവേദിക്കും. അതൊരു പൂജ. അത് കഴിഞ്ഞിട്ട് നവകം പഞ്ചകം ചേർത്തിട്ട് കലശാഭിഷേകമുണ്ട്. പിന്നെ പരിശുദ്ധമായ നെയ്യിൽ ഭഗവാന് നെയ്യഭിഷേകം ഉണ്ടാവും. അതുകൊണ്ടൊരു 10:30-11 മണിയോട് കൂടിയിട്ടാണ് അതാണ് പൂജ, സ്പെഷ്യൽ പൂജകളായിട്ട് വരുന്നത്. പിന്നെ അതുകൂടാതെ ത്രികാല പൂജ, വൺ ഡേ പൂജ, അങ്ങനെയുള്ള മറ്റുള്ള നിത്യപൂജകൾ വേറെ നടക്കുന്നുണ്ട്. രാവിലെ മാതൃസംഘടന അവതരിപ്പിക്കുന്ന നാരായണീയ ഭജമുണ്ട് ഒരു 9 മണിയോടുകൂടി. 10 മണിയോടുകൂടി ഗിരിജാസുകുമാരൻ അവതരിപ്പിക്കുന്ന ഒരു ഭക്തിഗാനാലാപനമുണ്ട്. ഇത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നടക്കും. വൈകുന്നേരം 7 മണി മുതൽ പ്രത്യേക ഈ ഹാളിൽ പ്രത്യേക പരിപാടിയുള്ള 6-7 ടീമുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളുണ്ട്. അതിൽ ഗാനമേളയുണ്ട്, ഡാൻസ് പ്രോഗ്രാമുണ്ട്, ഡാൻഡിയ ഉണ്ട്, ഉറിയടിയുണ്ട്. ഇങ്ങനെ പല പ്രോഗ്രാം 7 മണി മുതൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 9:30 ആകുമ്പം വിഘ്നേശ്വര ഭജന സമിതിയുടെ ഒരു ഭജന രാത്രി 9:30 ഇവിടെ തുടങ്ങും. രാത്രി 12 മണിക്ക് അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഇന്ന് നട ഇറക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പരിപാടികളായിട്ട് വിഭജിക്കുന്നത്. അതായത് വിപുലമായ ആഘോഷ പരിപാടികളാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവും. വൈകുന്നേരം 9:30 മണിയാകുമ്പോഴത്തേക്ക് ലഘുഭക്ഷണവും ഉണ്ടാവും ഭഗവാന്റെ പിറന്നാളനുസരിച്ചിട്ട്. ഒപ്പം ക്ഷേത്രത്തിൽ കോടി അർച്ചന, വലിയൊരു മഹായജ്ഞം കൂടി ആരംഭിക്കാനിരിക്കുകയാണ്. അതെ, അടുത്ത മാസം, അതായത് ഒക്ടോബർ 6-ാം തീയതി മുതൽ നവംബർ 2-ാം തീയതി വരെ ഇവിടെ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുകയാണ്. ഇതിന് കേരളത്തിന് വെളിയിൽ, അത് ഡൽഹിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. 27 ദിവസങ്ങളിലായിട്ട് 27 നാളുകളിൽ ഉള്ള പൂജയാണിത്. ഭഗവാന്റെ നാളുകൾ, സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 1000 നാമം, വിഷ്ണു ഭഗവാന്റെ 1000 നാമങ്ങളാണ്. അത് 1 കോടി പ്രാവശ്യം, ഈ 1000 നാമങ്ങൾ 1 കോടി പ്രാവശ്യം ഉരു ചെയ്തുകൊണ്ടുള്ള ഒരു പൂജയാണിത്, സ്പെഷ്യൽ പൂജയാണിത്. ഇത് ഡൽഹിയിൽ ആദ്യമായിട്ട് നടക്കുന്നത്. ഒരു ദിവസം 4 ലക്ഷം വരുന്നുണ്ട്. 4 ലക്ഷം ഒരു പ്രാവശ്യം കഴിഞ്ഞാലാണ് 27 ദിവസത്തിലേക്ക് 1 കോടിയിൽ കുറച്ച് അധികമായിട്ട് വരും. അതിൽ വേറൊരു കാര്യം, 27 ദിവസവും ഈ പൂജ ചെയ്തതിൽ കളഭമുണ്ട്. ആ കളഭം 27 ദിവസവും ഭഗവാന് ആർക്കുന്നുണ്ട്. ഒരേ ദിവസം 27, അതായത് ഒക്ടോബർ 7 മുതൽ നവംബർ 2 വരെ ഭഗവാന് കളഭാഭിഷേകമുണ്ട്. അപ്പോൾ ഈ പൂജകളിലെല്ലാം രാവിലെ വരുന്നവർക്ക് ചായ, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം കാപ്പി ഇതെല്ലാം ഉണ്ട്. രാവിലെ 6:30 തുടങ്ങും, 11:30 വരെ. ഉച്ച കഴിഞ്ഞ് 6:30 തുടങ്ങി 7:30 വരെ, 4:30 തുടങ്ങി 7:30 വരെ. ഇതാണ് പരിപാടി. 27 ദിവസത്തെ പരിപാടിയാണ്. എല്ലാ ഭക്തജനങ്ങളും പറയുന്ന ഇതിൽ സഞ്ചരിക്കുക, വരിക. കാരണം ഒരുപാട് ജോലികളുണ്ട്, പൂക്കൾ ഒരുക്കാനും ഓരോ സാധനങ്ങൾ ഒരുക്കാനും എടുക്കാനായിട്ട്. കാരണം ഇവിടെയുള്ള ജോലിക്കാർ മാത്രം ചെയ്താൽ തീരത്തില്ല. 25 കിലോ പൂ തന്നെ ഒരു ദിവസത്തെ അർച്ചനയ്ക്ക് വേണം. അപ്പോൾ അത് നന്നാക്കാനും ഒരുക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരുടെ സഹായവും വേണം, സഹകരണവും വേണം. അത് അഭ്യർത്ഥിക്കുന്നു. ശരി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പരിപാടികൾ, പ്രത്യേക പൂജകളുണ്ട്. ഇന്ന് രാത്രി 12 മണിവരെ നട തുറന്നിരിക്കും. ഇപ്പോൾ തന്നെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങുന്നു. അതായത് രാവിലത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷം 9 മണിയോടുകൂടിയാണ് പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഡൽഹിയിൽ മലയാളികൾ നേതൃത്വം നൽകുന്ന RK പുരം ക്ഷേത്രത്തിലാണെങ്കിലും അയ്യപ്പ ക്ഷേത്രങ്ങളിലാണെങ്കിലും അത്തരം വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും പ്രത്യേക പരിപാടികളുമെല്ലാം നടക്കുന്നുണ്ട്. രാഖി.